എല്ലാ കൂട്ടുകാർക്കും ദാസേട്ടൻ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ്. ബിരിയാണി റൈസും കൂടെ മുട്ടക്കറിയും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ട് ഞാൻ ഇവിടെ 1.5 ഗ്ലാസ് കൈമ റൈസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം നികര ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂർ അതൊന്ന് കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. 1.5 ഗ്ലാസ് എന്ന് പറയുമ്പോൾ ഒരു 500 ഗ്രാമിൻ്റെ അടുത്തുണ്ടാവും. പിന്നെ ഒരു 2 മുട്ട പുഴുങ്ങിയിട്ട് തോലെല്ലാം കളഞ്ഞത് ഇതുപോലെ ഒന്ന് എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്, പൊട്ടിപ്പോകാതിരിക്കാനാണ്. അപ്പോൾ നമുക്ക് ആ ബിരിയാണി റൈസ് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ അരിയൊക്കെ ഇവിടെ നല്ല വൃത്തിയായി കഴുകി വെച്ചിട്ടുണ്ട്. ഒരു കുക്കർ അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് 2 സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. 2-3 സ്പൂൺ ഉണ്ടാവും. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായ, ഒരു 2 ഏലക്കായ, ഒരു 3 കഷ്ണം പട്ട, ഒരു 3 ഗ്രാമ്പു ഇട്ടിട്ട് നല്ലപോലെ ചൂടാകുമ്പോൾ അതിലേക്കുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ എടുത്ത ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് അരിക്ക് ഇവിടെ 2.5 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് അല്പം ഒരു കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റൈസിന് നല്ല ടേസ്റ്റ് ഉണ്ടായിക്കോട്ടെ. അപ്പോൾ ഞാൻ കുക്കറിൻ്റെ മൂടി അതിൻ്റെ മേലൊന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വെച്ച അരി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ രാവിലെ ഇത് പെട്ടെന്ന് തന്നെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഒരു പരാതി ഇല്ലാതെ അവർ കഴിച്ചോളും ബിരിയാണി റൈസും കൂടെ മുട്ട കറിയൊക്കെ ആകുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ അരിയിട്ടതിന് ശേഷം ഇതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓവറായിട്ട് അങ്ങോട്ട് തിളപ്പിച്ച് വറ്റിച്ച് കഴിഞ്ഞാൽ അത് വേവാതെ ഇരിക്കും. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഒന്നുകൂടി ഞാൻ വെറുതെ ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവർ എന്തായാലും ഒന്ന് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമ്മൾ അരി ഇവിടെ ഏകദേശം നന്നായിട്ട് വറ്റി വരാനായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അധികം വേവായിട്ടില്ല. അല്പം കൂടി ഞാൻ അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതായത് ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്, ഒരല്പം മാത്രം. ഇനി അത് നല്ലതുപോലെ ഒന്ന് വറ്റി വരട്ടെ. അപ്പോൾ നല്ലതുപോലെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നതിന് ശേഷം ഞാനിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മളെ കുക്കറിൻ്റെ മൂടി നേരെ അടച്ചിടുക. അല്ലേ, ലോ ഫ്ലെയിമിലിടുക. ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇടുന്ന സമയത്ത് നമ്മൾ കയ്യിലേക്ക് വെള്ളമില്ല, എന്നാലും ചെറുതായിട്ട് വെള്ളം നമ്മൾ ആ വെയിറ്റിൻ്റെ അവിടെ അങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആ സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫാക്കി വയ്ക്കാം. ഇനി ആ കുക്കറിൽ ഒരു 15-20 മിനിറ്റ് അവിടെ ദമ്മായി വരട്ടെ. അപ്പോഴേക്കും നമ്മൾക്ക് ആ മുട്ടക്കറി ഉണ്ടാക്കാം. അതിലേക്ക് ചീനച്ചട്ടിയിൽ 2 സ്പൂൺ ഓയിൽ, 2 ചെറിയ സവോള, പിന്നെ അതിലേക്ക് ഇഞ്ചി, വെള്ളുള്ളി, പച്ചമുളക് 3 കൂടെ ചതച്ചതാണ്, മിക്സിയിലിട്ട് ചതച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് വഴന്ന് വരാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ചെറിയ തക്കാളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്, പൊടിയായി അരിഞ്ഞത്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടുക. ഇഞ്ചി ചതച്ചൊക്കെ ഇട്ടുകൊണ്ട് പെട്ടെന്ന് ഇത്തിരി അടിപ്പിടിക്കും. അപ്പോൾ ഇനി അതിലേക്ക് അല്പം ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, എരിവിനാവശ്യമായ മുളക് പൊടി, ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ബിരിയാണി മസാല, പട്ട, ഗ്രാമ്പു, അങ്ങനെ ബിരിയാണി മസാല പൊടിച്ചത്, അല്പം കുരുമുളക് പൊടി. അപ്പോൾ എല്ലാം ആയി. നമ്മൾക്ക് ഈ മുട്ട കറി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് ചെറുനാരങ്ങയുടെ നീര് കൂടി പിഴിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബിരിയാണീൻ്റെ നല്ല ടേസ്റ്റായിട്ട് വരും. അപ്പോൾ മസാലയൊക്കെ ശരിക്കും ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് അല്പം കൂടെ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് 2 മിനിറ്റ് അടച്ച് വയ്ക്കാം. ആ മസാലയെല്ലാം നന്നായിട്ട് വെന്ത് വരട്ടെ. അപ്പോൾ എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് മല്ലിയില
ഇതുപോലെ ചെറുതായി പൊടി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. എന്നതിന് ശേഷം ആ കോഴിമുട്ട ചേർത്ത് കൊടുക്കുക. കോഴിമുട്ട ഇട്ടതിന് ശേഷം അത് ഒന്നുകൂടി മിക്സ് ചെയ്ത് നമ്മൾ ഒന്നുകൂടി ചെറുതായിട്ടൊന്ന് അടച്ചു വയ്ക്കാം. മസാലയൊക്കെ ഒന്ന് അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 1/2 സ്പൂണ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മുട്ട മസാല ഇവിടെ നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ബിരിയാണി റൈസും മുട്ട മസാലയും നമ്മൾ ലഞ്ച് ബോക്സിൽ കൊടുത്താൽ കുട്ടികൾക്ക് ഒരു പരാതി ഉണ്ടാവില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മളെ കുക്കർ തുറന്ന് നോക്കാം. ഇപ്പോൾ നമുക്കൊരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. ഉണ്ടല്ലേ, കുക്കർ നല്ല അരി കറക്റ്റായിട്ട് ദമ്മായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെച്ച അരിയും വെള്ളവും കണക്കായിട്ട് വന്നിട്ടുണ്ട്. കാണിച്ചു തരാം. നല്ല മണമാണ് ഈ കൈമ അരി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ. കുക്കറിൽ വയ്ക്കുമ്പോൾ നിങ്ങൾ ഇതേപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കുക്കർ നിറച്ച് നമ്മൾ അരി ഇടാനേ പാടില്ല. അതിൻ്റെ ഒരു 1/4 ഭാഗം അങ്ങനെ വരാവൂ. അപ്പോഴാണ് ആ ദമ്മ് കറക്റ്റായിട്ട് വരിക. കണ്ടില്ലേ. ഇനി ഞാനത് വേറെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിലാണെങ്കിൽ ഇത് പെട്ടെന്ന് രാവിലെ ഉണ്ടാക്കാനോ ഉച്ചക്കിലായാലും അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ തന്നെ അണ്ടി മുന്തിരി സവാളയൊന്നും പൊരിക്കാതെ നമ്മൾ പെട്ടെന്ന് കുറച്ച് റൈസ് ഉണ്ടാക്കുക വെച്ചാൽ എങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വരുന്നു. ഒന്നുകൂടി പറയുന്നത് ലൈക്ക് ചെയ്യണേ. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനത് ലഞ്ച് ബോക്സിലേക്ക് കൂടി മാറ്റി കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കരുതുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.